സോഷ്യലിസ്റ്റുകൾക്ക് സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് വടകര ലോക്സഭാ മണ്ഡലം. എന്നാൽ ലോക്സഭയിലേക്ക് സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും കോൺഗ്രസിനെയും തിരഞ്ഞെടുത്ത പാരമ്പര്യമാണ് മണ്ഡലത്തിനുള്ളത്. ലോക്സഭാ മണ്ഡല രൂപീകരണത്തിന് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. 2019 തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരമാണ് മണ്ഡലത്തിൽ നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5,26,755 വോട്ടുകൾ നേടി കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ 84,663 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്നും വിജയിച്ചത്. 2019 82.48% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥിയായ പി ജയരാജനെയാണ് കെ മുരളീധരൻ പരാജയപ്പെടുത്തിയത്. ഇത്തവണ കെ മുരളീധരന് പകരക്കാരനായി ഷാഫി പറമ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ വടകരയുടെ അങ്കത്തട്ട് പുതിയ പോരാട്ട വീരകഥകൾക്കായി കാത്തിരിക്കുകയാണ്. എന്നാൽ ഷാഫിയുടെ വരവും പ്രചരണവും ഒരിക്കലും ആരോഗ്യപരമായ രാഷ്ട്രീയ മത്സരത്തിന് ഉതകുന്നതല്ല എന്ന് CPM ആവർത്തിച്ചു പറയുകയാണ്. പച്ചനുണയും വ്യാജ പ്രചരണവുമാണ് UDFന് കൈമുതലായുള്ളതെന്ന് LDFന്റെ സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷാഫിയുടെ വരവും ടീച്ചറും എന്ന ബിംബത്തെ തകർക്കാനുള്ള ശ്രമവും ഇപ്പോൾ ടീച്ചർക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണങ്ങളെല്ലാം തന്നെ LDFന്റെ ആരോപണം ഊട്ടിയുറപ്പിക്കുകയാണ്. ആദ്യം ശൈലജ ടീച്ചർക്കെതിരെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ രംഗപ്രവേശം. ആദ്യം തന്നെ ചെയ്തത് ഒരു മോശമായിട്ടുള്ള ഒരു ചിത്രം, ഒരു പൊർണോ ചിത്രത്തിൻ്റെ തല മാറ്റിയിട്ട് എൻ്റെ തല അവിടെ ചേർത്ത് മോർഫ് ചെയ്തുകൊണ്ട് പേജുകളിൽ എത്തിച്ചു. കുടുംബ പേജുകളിലാണ് അധികം എത്തിക്കുന്നത്. അവരുടെ ധാരണ ഈ കുടുംബത്തിനകത്ത് കക്ഷിരാഷ്ട്രീയ ഭേദമില്ലാതെ ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ, ഞാനന്ന് കോവിഡ് നിപ്പയൊക്കെ വന്നപ്പോൾ കൂടെ നിന്ന് പ്രവർത്തിച്ചതൊരു ഓർമ്മയായി സൂക്ഷിക്കുന്നുണ്ട്. വലിയ പ്രയാസം ജനങ്ങൾക്കുണ്ടായപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ നിർവഹിച്ചത്. ആരും ഭയപ്പെടേണ്ട, ആരോഗ്യവകുപ്പിനെ പൂർണ്ണമായി സജ്ജമാക്കിയിട്ടുണ്ട് എന്ന സന്ദേശമാണ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നത്. അതിന് ഫലം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ട് ഭയന്നിട്ടാവാം, അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം, കുടുംബ പേജുകളിൽ, ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു. അത് ഏശിയില്ല. കാരണം എൻ്റെ വേഷഭൂഷാദികളോ എൻ്റെ പെരുമാറ്റമോ അതൊന്നുമായിട്ട് പുലബന്ധമില്ലാത്തതാണെന്ന് ഈ മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. മറ്റൊന്ന്, കാന്തപുരം ഉസ്താദിന്റെ ലെറ്റർ പാഡിൽ ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മയാണ് എന്ന് കാന്തപുരം പറഞ്ഞു എന്നായിരുന്നു അടുത്ത പ്രചരണം. ഇന്ന് കണ്ട ഒരു അത്ഭുതം, ഇന്നലെയും ആയിട്ട് കണ്ട ഒരു അത്ഭുതം, വളരെ പരമാദരണീയനായിട്ടുള്ള ആത്മീയ നേതാവാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. അദ്ദേഹത്തെ വിശ്വസിക്കുന്ന അനുയായികൾ അനവധിയുണ്ട്, എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അതുപോലെ തന്നെ ലീഗും ഒന്നും ഭേദമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അനുയായികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ലെറ്റർ പാഡ് കൃത്രിമമായി സൃഷ്ടിച്ചിട്ട് അതിനകത്ത് കാന്തപുരം AP കാന്തപുരം ഉസ്താദിൻ്റെ ചിത്രം വെച്ചിട്ട് എഴുതിയിരിക്കുന്നു, ഇത് ടീച്ചറമ്മയല്ല ബോംബമ്മ എന്ന് വിളിക്കണം ഇവരെ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ നോക്കുമ്പോൾ ലെറ്റർ പാഡാണ്. ലെറ്റർ കേട്ടിൽ ഒരിക്കലും അങ്ങനെ AP അബൂബക്കർ മുസ്ലിയാറൊന്നും ഒരിക്കലും ചെയ്യില്ല. അവരൊന്നും അങ്ങനെ വ്യക്തമായിട്ട് രാഷ്ട്രീയ അഭിപ്രായമൊന്നും പറയാറില്ല. അപ്പോൾ ഇങ്ങനെയൊരു കാര്യം എന്തായാലും ചെയ്യൂല. അപ്പോൾ ഞാൻ അവിടുത്തെ ഓഫീസിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ ലെറ്റർ പാഡിൽ ഇങ്ങനെയൊന്നും ഉണ്ട്? അപ്പോൾ അവരത് നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞു, ഞങ്ങൾ കർശനമായിട്ട് ഇതിനെ നിയമ നടപടികൾ സ്വീകരിക്കും. അവർ അപ്പം തന്നെ ഒരു കുറിപ്പ് കൊടുത്തു, ഞങ്ങളുടെ പേരിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട്, ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു, അതൊന്നും ആരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നൊരു കുറിപ്പ് കൊടുത്തു. പിന്നീട് പ്രവാചകനെതിരെ ടീച്ചർ ചില പരാമർശങ്ങൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ചില പ്രചാരണങ്ങൾ വന്നു. കൂടാതെ മുസ്ലിം വിശ്വാസികൾ ആകെ വർഗീയവാദികളാണെന്നും ലവ് ജിഹാദ് ഉണ്ടെന്നും ടീച്ചർ പറഞ്ഞെന്നും ആരോപണമുയർന്നു. എന്നാൽ ടീച്ചറുടെ പേരിൽ പ്രചരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തകനും മാധ്യമങ്ങളും രംഗത്ത് വന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ മുദ്രാവാക്യം ഉയർത്തിയാണ് അടുത്ത പ്രചരണം വന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളെ കളിയാക്കിയതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഞാനതിൽ പ്രതികരിച്ചു, തൊഴിലുറപ്പിൻ്റെ പെണ്ണുങ്ങളല്ല ഞങ്ങളെ കണ്ടുപിടി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചിട്ട് നടക്കുന്നത് തൊഴിലുറപ്പിനെ പരിഹസിക്കലാണ്. തൊഴിലുറപ്പെന്ന് പറയുന്ന വൃത്തികെട്ട പണിക്ക് പോകുന്ന പെണ്ണുങ്ങളല്ല എന്ന ഒരു ടോണിലാണല്ലോ പറഞ്ഞത്. അതെന്തോ എനിക്കിഷ്ടമായില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അതിനെതിരായിട്ട് പറഞ്ഞത് ശരിയായില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അടുത്ത ദിവസം ഒരു പോസ്റ്റ്, നിങ്ങൾ നോക്കണം, അത് സ്ഥാനാർത്ഥിയുടെ പേജ് തന്നെ, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്താ കൊമ്പുണ്ടോ KK ശൈലജ? നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? ഇത്ര വ്യാജമായിട്ട് ഇത്ര പച്ച നുണ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത്? തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു. അപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് എന്താ കൊമ്പുണ്ടോ KK ശൈലജ? ഈ വാചകം എൻ്റെ നാക്കുന്ന എവിടെയെങ്കിലും വീണിട്ടുണ്ടോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നീട് പാനൂർ ബോംബ് സ്ഫോടനവും ചർച്ചാ വിഷയമായി.
സ്ഫോടന കേസ് പ്രതികളും ടീച്ചറും ഒരുമിച്ച് എന്ന പേരിൽ പുതിയ പോസ്റ്ററുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നു. പാനൂർ ബോംബ് സ്ഫോടന കേസിലെ പ്രതി അമൽ കൃഷ്ണയോടൊപ്പം ശൈലജ ടീച്ചർ. അപ്പോഴാണ് എന്നെ കൊട്ടിയത്ത് നിന്ന് നൗഫൽ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ വിളിക്കുന്നത്. നൗഫൽ പറഞ്ഞു, ടീച്ചർ ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിരുന്നു. അത് വ്യാപകമായി അമൽ കൃഷ്ണയാണ് കൂടെ നിൽക്കുന്നത് എന്ന മട്ടിൽ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയപ്പെടുന്നത്. ഞാൻ നോക്കുമ്പോൾ അതേ നൗഫൽ കുട്ടിയാണ്, അത് അമൽ കൃഷ്ണയാണെന്നും പറഞ്ഞ് വ്യാപകമായി. ഇതിപ്പം എല്ലാവർക്കൊന്നും നൗഫൽ കൊട്ടിയത്തിനും അമൽ കൃഷ്ണേനൊന്നും അറിയില്ലല്ലോ. 10 പേര് വിശ്വസിച്ചാലായി എന്ന മട്ടിൽ അത് പ്രചരിപ്പിച്ചു. നൗഫൽ തന്നെ അതിനെതിരായിട്ട് പരാതി കൊടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. കൊടുത്തിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒരു ഫോട്ടോ കുറച്ച് നാൾ പ്രചരിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ BD ടീച്ചറെന്നും കോവിഡ് റാണിയെന്നും തുടങ്ങിയ പരിഹാസങ്ങൾ ഏറെയുമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഇത്ര വലിയ സൈബർ ആക്രമണം നേരിടേണ്ടി വരുന്ന ഏക സ്ഥാനാർത്ഥി KK ശൈലജ ടീച്ചറായിരിക്കും. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കുന്നതല്ല തന്റെ രീതിയെന്ന് ടീച്ചറും CPM-ഉം ഒരേ സ്വരത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പച്ചക്കള്ളങ്ങളും വ്യാജ പ്രചരണങ്ങളും കനക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ടീച്ചർ കരുത്തയാണ് എന്ന് UDF തന്നെ സമ്മതിച്ചു നൽകുകയാണ്.